അതിനുവേണ്ടി ഒരു ഗെറ്റ് റെഡി നമുക്ക് ചെയ്യാം. ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ത്രെഡ് ചെയ്ത് നോക്കിക്ക് ഭയങ്കര വേദന, ഞാൻ കറി വേദന. ഇതാണ് നമ്മുടെ അമ്മിണിക്കുട്ടി. നമ്മൾ പേരിട്ട് അമ്മിണിക്കുട്ടി എന്നാണ് പേരിട്ടത്. എനിക്ക് സുന്ദരിമാരി നോക്ക്. അമ്മിണിക്കുട്ടി, അച്ഛനക്കുട്ടി. ഇത് ആര്യക്കുട്ടി, ആര്യക്കുട്ടി, അമ്മിണിക്കുട്ടി, അച്ഛനക്കുട്ടി. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ സുന്ദരിനെ ഇവിടെ ഇരുത്തിയിട്ടാണ് നമുക്ക് ഒരുങ്ങാൻ വേണ്ടി. ഫസ്റ്റ് നമുക്ക് ക്രീം ഇടണം. ചേച്ചിയുടെ പൗഡർ ഇല്ല ഇവിടെ. ചേച്ചി ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ ആര്യയുടെ അക്കൗണ്ടും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമ്മിണിക്കുട്ടി ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. നമുക്ക് കിട്ടിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് ഇത് ഒരു വലിയ ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈമിലാണ്. കുഞ്ഞ് അമ്മിണിക്കുട്ടി ഷുഫി എല്ലാരും ഒരുങ്ങുവാണ്. കൂടുതൽ അമ്മിണിക്കുട്ടി മതിയേ. നമുക്ക് ഒരുങ്ങാം. ഷുഫി ബൈ ബൈ. ഞങ്ങൾ തൽക്കാലത്തേക്ക് താഴെ വിടുവാണ്, കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുങ്ങാനുള്ള സമയം കിട്ടത്തില്ല. ബൈ ബൈ. ഓ ചേച്ചി അത് വെച്ചിട്ടാ ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് ഇത് വെച്ച് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം. കാരണം എനിക്ക് മറ്റേ കൊണ്ട് എടുത്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. അവിടെ ഇനി ആ ഒരു സമയം വരെ കളയത്തില്ല. ഇത് ഐലൈനർ കണ്ടിരുന്നു. ഐലൈനർ ഞാൻ എടുത്തിട്ടില്ല, അത് ദൃശ്യ ചേച്ചിയുടെ അല്ല, അത് കൊടുത്തിട്ട് പോകാം. ഇങ്ങോട്ട് ഇതെടുത്തോ ചേച്ചി. താങ്ക് യു. വെള്ളം ഇല്ലാണ്ട് ഞാൻ തുപ്പി ഒഴിച്ചോ? വെള്ളം ഇതാണ് ഞങ്ങളുടെ പുതിയ ഹാക്കാണ് ഇല്ലേ? ഐബ്രോ ഷേപ്പിലിരിക്കും, നല്ല സ്റ്റിക്ക് ആയിട്ടിരിക്കും. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഒരു അറബി ടീച്ചർ പറഞ്ഞൊരു ഹാക്കാണ്. ആദ്യം പിന്നെ ഇതുണ്ട് നമുക്ക് അങ്ങനെ ആക്കും. ശരിക്കും പറഞ്ഞാല് എടി വേഗം ഡ്രസ്സ് ചെയ്യേ, 2 മണിക്കാണ് പോകേണ്ടത്, കാരണം ചിലപ്പോൾ തിരക്കായിരിക്കും. മഹേഷ് പറഞ്ഞു തിരക്ക് മീൻസ് ട്രാഫിക്. വെള്ളിയാഴ്ച അല്ലേ. നമ്മള് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ മെയ്യുടെ പിരികം? ചില ദിവസം എൻ്റെ അങ്ങനെ തന്നെ. എനിക്കിഷ്ടം അത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പോഴല്ലേ അതിനെ കളിയാക്കത്തുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ കാണിക്കുന്ന പണിയൊക്കെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ കുറച്ചായിട്ടൊരു വീഡിയോ ഇടാം. ചേച്ചി ചോദിക്കണം അടിയില്ല മെസ്സേജ്. അങ്ങനെയൊക്കെയല്ലേ ചേച്ചി ഒരു സഹായം കാണിച്ചേ. ഞാൻ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് നിനക്ക് ഞാൻ ഒരു സഹായം ചെയ്യത്തില്ല. നമുക്ക് പെട്ടെന്ന് ഒരുങ്ങണം, ഒത്തിരി സംസാരിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അവരാരും നിന്നോട് മിണ്ടാൻ പറയുന്നില്ലല്ലോ. എനിക്കാണ് ഒത്തിരി സമയം വേണം ഒരുങ്ങാൻ. ഒരുങ്ങി വലിയ മെനായിട്ട് വരുന്ന ഒരാളാണെന്ന് നിങ്ങൾ കരുതും, പക്ഷെ അല്ല, എന്നാലും സമയം വേണം.
ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്കിൻ ടോണുകാർ ഈ റെഡ് ഇടുമ്പം അടിപൊളിയാണ്. റെഡ് അല്ലെങ്കിൽ മെറൂണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊരു കുറച്ച് ചബ്ബി ആയതുകൊണ്ട് ചപ്പി തുപ്പിട്ടേക്കുന്നോണ്ട് കുറച്ച് മസാജൊക്കെ ചെയ്യണം. ഇനി തൊട്ട് ഫേസ് മസാജൊക്കെ ചെയ്യണം. ആ ഒരു ലിപ് ഗ്ലോ ഉണ്ടായിരുന്നു, ഞാൻ പുതിയ മേടിച്ചതാണ്. T3 മേടിച്ച് തോന്നുന്നത് കൊള്ളാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ഫോണിൽ നോക്കി ഒരു വട്ടം പഠിക്കണം. കണ്ണെഴുതാം നമുക്ക്. സമയമല്ലല്ലോ ആയല്ലേ. ഇവിടെ ഭയങ്കര ചൂട്. AC ഇല്ലാത്തത്. ഇത് രാത്രി എന്തൊരു ആവിയായിരുന്നു. എനിക്ക് മാറി ഇവിടെ കിടന്നാൽ വരെ തോന്നി ഭയങ്കര ആവിയായിരുന്നു. AC ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കുറച്ചും കൂടെ കൂട്ടിയാ നീ 20 അത് ഫോണിൽ ടച്ച് ഭയങ്കര ഇതുപോലെയാണ് വേണ്ട എൻ്റെ ആ ഇതാ ഞങ്ങൾ ഇവിടുത്തെ പിള്ളേർ പാടുന്ന പാട്ടല്ലേ. ഞങ്ങളെ കളിയാക്കി പാട്ട് ഇങ്ങനെ കാണിക്കും അവര്. എന്നിട്ട് പറയും ടീച്ചർ നിങ്ങൾ ഇത് ചെയ്യാൻ പറയും. ഇതുണ്ട് ഇന്നലെ മേടിച്ച പുതിയ ക്ലിപ്പ. ഒരു വശത്ത് ഡിസൈൻ കളക്കാണ്. എനിക്ക് പക്ഷേ ഇഷ്ടം. മഹേഷാണോ ഫോൺ അടിക്കുന്നത്? റെഡി ആയിട്ടുണ്ട്. ഇനി മുടി കെട്ടാനാണ് അറിയത്തില്ല. ചേച്ചി അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ടാകുന്ന. ഞാൻ റെഡി ആയിട്ടില്ല കാരണം എൻ്റെ ഈ ഒരു വെളുപ്പ് എനിക്ക് നാച്ചുറൽ വെളുപ്പാണ് ഞങ്ങളുടെ എന്നെല്ലാരും വിശ്വസിക്കണം. ഇത് ഫിൽറ്റർ അല്ല. അതെ, അതുപോലെ മേക്കപ്പും അല്ല. ഞങ്ങൾ ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടില്ല. എന്താ വിത്തൗട്ട് മേക്കപ്പ് ഞങ്ങൾ ഭയങ്കര സുന്ദരികളാണ് കുടുംബപരമായിട്ട്. നമ്മുടെ കുഞ്ഞുപെണ്ണിനെ ഇനി കാണിക്കണം. ഞങ്ങൾ പോകുന്നതിന്റെ സങ്കടം ആയിരിക്കും ഇവർക്ക്. നോക്കുക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എൻ്റെ വീട്ടിൽ സെയിം കളറില് സെയിം ഡിസൈൻ ആയിട്ടുണ്ടായിരുന്നു. പൊന്നമ്മ കാണുവാണ് നോക്കണം. ഇത് നമ്മുടെ നമുക്ക് താഴെക്കാം. കുറേ സമയം ഇല്ല നമ്മുടെ കയ്യിൽ. മുടി എനിക്ക് ബ്രഷ് ചേർത്തില്ല കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ബ്രഷ് ഒന്നും ഇടുന്നില്ല. ഒത്തിരി സുന്ദരിയാവണ്ടല്ലേ. എല്ലാരും ഒരുങ്ങി, ഞാനും ഒരുങ്ങി. സ്നേഹിച്ച് മാത്രമേ കഴിയാതെ ഒരു വഴിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലേ ചേച്ചിക്ക് നേരത്തെ നിന്ന ഭർത്താവിനെ കിട്ടണം. ഞാൻ നാളെ പോയി എനിക്ക് ക്ഷമയുള്ള ഭർത്താവിനെ കിട്ടണം. ലജി എല്ലാം എടുത്തില്ല. മറ്റേ സൈഡ് ബാഗൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്തോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് വേറെ ചിക്കനും ബീഫും വാങ്ങാം. പൈസ എടുക്കണേ. ചേച്ചി അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയില്ലേ ചേച്ചി. ആ എനിക്കിപ്പം ഇപ്പോഴത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ്.
എനിക്ക് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല, മുടിയൊന്നും കെട്ടാൻ അറിയത്തില്ല. എൻ്റെ പെർഫ്യൂം കാണുന്നില്ലോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 20 കിലോ ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, 20ഉം പിന്നെ 7 കിലോയും. അത് കറക്റ്റാണോ എന്ന് മാത്രമുള്ള ടെൻഷനേ ഉള്ളൂ. കാരണം അവിടെ ചെന്നിട്ട് മാറിയവരൊക്കെ വരും, അതുകൊണ്ടൊരു ടെൻഷനുണ്ട്. അപ്പോൾ മഹേഷ് വരുവാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അവൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കിന് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാണ് തൂക്കിയത്. 300 രൂപ കൊടുത്ത് ഞാൻ ഈ സാധനം പോയി മേടിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ 43 കിലോ കാണിച്ചു. പിന്നെ ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കി, അപ്പോഴത്തേക്കിന് 19 കിലോയേ ഉള്ളൂ. ദൃശ്യ ചേച്ചി എന്ത് ഗ്ലോയാ നോക്ക്. വെയിറ്റ് നോക്കാൻ വേണ്ടി മഹേഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഹേഷ് എല്ലാം കുളിപ്പിച്ച് സെറ്റാക്കി ഇട്ടിക്കുവാണ്. നമുക്ക് പോയാൽ നമ്മൾ ടെർമിനൽ 5ലോട്ടാണ് പോകുന്നത്. ദൃശ്യത്തിൽ ഗ്ലോ നോക്ക്. ഇതാ വെളുത്തേൻ്റെ ഒരു ഗുണം, ഗ്ലോ ആയിട്ടിരിക്കും. കുളിച്ചാലും അറിയത്തില്ല കറുത്താണെങ്കിൽ. ഇപ്പൊ ഇവിടെ 2:15 ഞങ്ങൾ എല്ലാരും ഇറങ്ങി. പ്ലാൻ ചെയ്തില്ലേ? ആ ഒരു സംഭവം ഓർമ്മ വരുന്നു ഇവളുടെ വ്ളോഗ് കാരണം. എന്തെങ്കിലും ഇവിടെ പോകും, ഇഷ്ടമുള്ളതാണ്. അന്ന് പോയിരുന്നെങ്കിൽ നല്ല ഹാപ്പി കാണും എന്നെ ഇട്ടാൽ. അതുകൊണ്ട് ഞാൻ ഹൈഡാക്കി അവളെ. ഇത് വെച്ച് വീഡിയോ ഉണ്ടാക്കണല്ലേടി. സോളാറത് കൊട ഇങ്ങനെ ഒടിച്ചിട്ട്, ഇങ്ങനെ കൊട ഒടിച്ചിട്ട് അവിടെ ഇടത്തില്ല ഇങ്ങനെ. നമ്മള് സ്കൂളിലൊക്കെ ക്ലാസിന്റെ ഭാഗത്ത്. എന്റെ ദൈവമേ, നമ്മള് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? നീ വീഡിയോ ഓൺ ആക്കിയൊന്നു ഇല്ല, അവിടെ വരുമ്പോ കണ്ടുകൊണ്ട് കാണാം. എന്നാ നല്ല സ്ഥലമല്ലേ? ആ ഇന്നലെ സൺസെറ്റ് എടുക്കാൻ പോയതാ. ഒയ്യാടാ, എനിക്ക് ചിലപ്പോ കിട്ടാതിരിക്കേ. പറയാൻ വരുമായിരുന്നു. ഇവിടെ നല്ല സ്ഥലമല്ലേ, ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? ഇതിന്റെ കിടക്കാൻ പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ എങ്ങനെ ഇറങ്ങും? ഇവിടെ ആരും വരില്ല, ഇല്ലീഗൽ ആയിരിക്കും. ആടെ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അതെടുക്കാൻ മറന്നുപോയി. അപ്പൊ ജസീറയ്ക്ക് വേറെ എയർപോർട്ടാ? ഇനി എത്തിപ്പോയത് ടെർമിനൽ ഇവിടെ 154. ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ കുഴപ്പമുണ്ടോ ചേച്ചി? അറിയാം, ഫൈൻ വരുമ്പോ അത് കാണത്തില്ലല്ലോ, അവിടെ കുഴപ്പമില്ല. വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇടന്ന് ഓർത്തിരിക്കും, പക്ഷെ ഇവനിട്ടിട്ട് ഇടാം അല്ലേ? കാരണം പോയി നെക്സ്റ്റ് നമ്മൾ പോകും. ഇപ്പൊ ഞങ്ങൾ ദൃശ്യ ചേച്ചി പോയിട്ടുണ്ട്. ഇനി ഞങ്ങളാണ് ഡിസംബറിൽ പോകുന്നത്. കുറച്ച് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തു എയർപോർട്ടിന്റെ ഭാഗത്തൊക്കെ ഒന്നും നടത്തില്ല, കാരണം ഇത് കേരളത്തിലെ എയർപോർട്ടല്ല. നമുക്ക് ഉള്ളിലേക്കൊക്കെ പോവാലോ അല്ലേ നമ്മളവിടെ. പക്ഷെ ഇവിടെ അച്ഛനെ വന്നപ്പോ അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനും മജീദും അത് ഇറങ്ങുന്ന വഴിക്ക് പറ്റും, പോകുമ്പോ ഒന്നും പറ്റൂല. ഞങ്ങൾ തിരിച്ചു പോവാണ്. ദൃശ്യ ചേച്ചിനെ കൊണ്ടുവിട്ടു. ഇനി കുറച്ച് പർച്ചേസ് ചെയ്യാൻ പോണം, കുറച്ച് പെട്ടെന്ന് കഴിയണ മീറ്റൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും മേടിക്കാനില്ല. ഇവിടെ പോകും. അതോ അതെടുക്കണോ മറ്റേ? നമ്മളിന്നും എടുക്കുന്നതോ?
അങ്ങനെ നമ്മുടെ ക്യാറ്റിന് ഫുഡ് മേടിക്കാൻ വന്നേക്കാണ്. ഇത് വാങ്ങിയാലോ? നമ്മൾ ഒത്തിരി ഫുഡൊക്കെ നോക്കുന്നുണ്ട്. കിച്ചൺ കുഞ്ഞിപ്പൂച്ചക്കുള്ള എത്ര രൂപയാണ്? ചിക്കൻ ഇത് നോക്ക്. ഇത് അത് മതി. 935. അവളുടെ ഒരു ഭാഗ്യം. ഇതെടുക്കാം അല്ലേ? അടുത്തോ 1 മാസം ഉപയോഗിക്കാം അല്ലേ? 1 മാസമൊന്നുമില്ല, 500 ഗ്രാമേ ഉള്ളൂ. ഇതാ 1 കിലോൻ്റെ, അത് 1 സംതിങ് വരും. അത് വാങ്ങണോ? 1 കിലോൻ്റെ മേടിക്കാം. 1 കിലോൻ്റെ വാങ്ങണം. കാരണം കഴിക്കുന്നതല്ലേ, ഇച്ചിരി കഴിച്ചാൽ കുഴപ്പമില്ല. ഇച്ചിരി കഴിച്ചാൽ നമ്മുടെ പണി പോലെ. ഇച്ചിരി കൊടുക്കാവുള്ളൂ. പക്ഷേ ഞാൻ കൊടുക്കട്ടില്ല, ചേച്ചി കൊടുത്തോളാം. കൊടുക്കാം. എനിക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല. ഇതങ്ങ് വാങ്ങാം അല്ലേ? എത്രയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? മഹേഷിനോട് കൊടുക്കും. അങ്ങനെ ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷമായത്. എൻ്റെ ദൈവമേ, ബൈ ബൈ ലുലു. ഞങ്ങളൊരു പ്രോട്ടീൻ ഡ്രിങ്ക് ഒക്കെ മേടിച്ചു. ഞങ്ങൾ ടയേർഡായിട്ട് ഇരിക്കുവാണ് ഒന്നാമത്. അപ്പം Al Dadej.